ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നൂൽ പൊറോട്ട തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് രാവിലെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് രാവിലത്തേക്ക് ആണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ ചായ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നൂൽ പൊറോട്ട തയ്യാറാക്കാനായിട്ടുള്ള മാവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 4 തവിയോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത മാവെല്ലാം മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ മിക്സിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാനായിട്ടുള്ള ദോശക്കല്ല് ആദ്യം ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലായിട്ടായി ഇതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അപ്പുറം ഇപ്പുറം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മുടെ നൂൽ പൊറോട്ട എല്ലാം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നൂൽ പൊറോട്ടയാണിത്. അപ്പോൾ നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇത് ചൂടോട് കൂടി കഴിക്കാനാണ് കേട്ടോ വളരെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.